ഇന്നത്തെ വീഡിയോ കുറച്ച് ശോകം പിടിച്ച വീഡിയോ ആണ്. വേറൊന്നുമല്ല, ഞാൻ നാട്ടിലേക്ക് പോവാണ്. അത് ട്രെയിനിലാണ് പോകുന്നത്. ഒരു 6-6.5 മണിക്കൂറത്തെ യാത്ര ഉണ്ടായിരുന്നുള്ളെങ്കിലും സത്യം പറയാലോ മടുത്തുപോയി. ലോക്കലിലാണ് പോയത്, എങ്കിലും ഭാഗ്യത്തിന് ഇരിക്കാൻ സീറ്റ് കിട്ടി. അത് തന്നെ വലിയൊരു സമാധാനം. കുറെ നേരം പുറത്ത് നോക്കിയിരുന്നു, പക്ഷെ അത് കഴിഞ്ഞ് മടുത്ത്. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ പോയി. പിന്നെ അപ്പുറത്തിരിക്കുന്നവരൊക്കെ നല്ല ഉറക്കം. എനിക്ക് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നെങ്കിലും എന്ത് ചെയ്തിട്ട് എനിക്ക് അവിടുന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. എനിക്ക് എങ്ങോട്ടേലൊക്കെ പോകാനായിട്ട് നിൽക്കുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ വണ്ടിയിൽ ബസ്സായാലും ട്രെയിൻ ആയാലും പോകുമ്പോൾ ഫോൺ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. അതൊന്നാമത്തെ പ്രശ്നം. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ ഛർദ്ദിക്കും. രണ്ടാമത്തെ കാര്യം, വീട്ടിൽ നിന്ന് എന്തൊക്കെ ഇഷ്ടമുള്ളതാണ് കഴിക്കാനുള്ളതെങ്കിലും എനിക്ക് കഴിച്ചിട്ടിറങ്ങാൻ പറ്റത്തില്ല. തൊണ്ടേന്ന് എന്താണെന്നറിയില്ല, ഇറങ്ങുന്നില്ല. അവസാനം കയ്യിലെ കൺട്രോൾ മൊത്തം കഴിഞ്ഞപ്പം ഞാൻ ട്രെയിനിൽ നിന്ന് 2 ഉഴുന്നോടെ മേടിച്ചു. അതും മൊത്തം കഴിക്കാൻ പറ്റിയില്ല, ഒരെണ്ണേ കഴിച്ചു. പക്ഷെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആന കരിമ്പ് കാട്ടി കയറിയ മാതിരി ഞാൻ അടുക്കളയിലോട്ട് കയറും. ഇനി ഒറ്റയ്ക്കായതുകൊണ്ടാണ് ഇത്രയും മടുപ്പെന്ന് അറിയില്ല. എന്തായാലും നിരങ്ങി നീങ്ങി ഷൊർണൂരെത്തി. പിന്നെ പുതുക്കാട് കഴിഞ്ഞ്, ചാലക്കുടി കഴിഞ്ഞ്, അങ്കമാലി കഴിഞ്ഞ്, പിന്നെ ആലുവ എത്തി, എടപ്പള്ളി എത്തി, എറണാകുളം ടൗണും എത്തി. അവസാനം ഞാൻ കോട്ടയത്ത് വന്ന് ഇറങ്ങി. അപ്പത്തിന് ഞാൻ തീർന്ന് ചത്ത്. കഴിഞ്ഞിട്ടില്ല, ഇനി ബസ്സും കയറും. ബസ് സ്റ്റാൻഡിലേക്ക് കുറച്ച് നടക്കാണ്ടായിരുന്നു. അങ്ങനെ ബസ് സ്റ്റാൻഡൊക്കെ കണ്ടുപിടിച്ച് ബസ്സിൽ കയറി ഇരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ ബസ് ഇറങ്ങി. അവസാനം അച്ഛൻ എന്നെ കൂട്ടാൻ വന്നായിരുന്നു. അതിന്റെ സന്തോഷമാണ് എന്റെ മുഖത്ത് കാണുന്നത്. അങ്ങനെ കുഴിയൊക്കെ ചാടി ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇതാണ് കേട്ടോ എന്റെ സ്ഥലം. എന്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. എങ്കിലും കുറേയൊക്കെ പറമ്പ് തന്നെയായിരുന്നു. ഇപ്പൊ കുറേയൊക്കെ വെട്ടിത്തെളിച്ച് വീടും ഒക്കെ വെക്കുകയാണ്. എന്റെ കഷ്ടപ്പാടിനൊടുവിൽ ഞാൻ വീടെത്തിയിട്ടുണ്ട്. അപ്പൊ ശരി, നാളെ കാണാം.